eyepiece, knob, objective, condenser lens, stage, clip, condenser, and diaphragm, then mirror, convex and concave. മൈക്രോസ്കോപ്പാണ് എൻ്റെ കൈവശം ഇരിക്കുന്നത്. മൈക്രോസ്കോപ്പ്. ഈ മൈക്രോസ്കോപ്പ് ഇത് ഏത് തരം മൈക്രോസ്കോപ്പാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു. ഇത് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്. മൈക്രോസ്കോപ്പുകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് നിങ്ങൾക്കറിയാമോ? മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത് ടു മാഗ്നിഫൈ ഓബ്ജക്റ്റ്. എന്ന് വെച്ചാൽ ഓബ്ജക്റ്റ് വളരെ ചെറുതായിരിക്കും, അതിനെ വലുതാക്കി കാണിക്കുവാനാണ് മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നത്. ടു മാഗ്നിഫൈ ഓബ്ജക്ട്സ്, ഒരു വസ്തുവിനെ വലുതാക്കി കാണിക്കുക. ശരിക്കും അത് വലുതല്ല, അത് വളരെ ചെറുതാണ്, പക്ഷെ അതിനെ വലുതാക്കി കാണിക്കുക. അതാണ് മൈക്രോസ്കോപ്പിൻ്റെ ഉപയോഗം. മൈക്രോസ്കോപ്പ് രണ്ട് തരമുണ്ട്. ഒന്ന് ലൈറ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ പ്രകാശം കൊണ്ട് പ്രവർത്തിക്കുന്നത്, വെളിച്ചം മതി അതിന്. ഒന്നുകിൽ സൺലൈറ്റ് അല്ലെങ്കിൽ ഈ ആർട്ടിഫിഷ്യൽ ലൈറ്റ്. അതേസമയം ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് വർക്ക് ചെയ്യുന്നത് ഇലക്ട്രിസിറ്റി ഉപയോഗിച്ചാണ്, വൈദ്യുതി ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഒരു ഇലക്ട്രോൺ മൈക്രോസ്കോപ്പിന് ലക്ഷക്കണക്കിന് മടങ്ങ് വലുതാക്കി ഒരു വസ്തുവിനെ കാണിക്കാൻ പറ്റും. എന്നാൽ ഈ ലൈറ്റ് മൈക്രോസ്കോപ്പുകൾക്ക് ഒരു വസ്തുവിനെ ഒരു 10,000 to 10,000 ടൈംസ് വലുതാക്കിയേ കാണിക്കാൻ പറ്റുള്ളൂ. 1000 മുതൽ 10,000 വരെ മടങ്ങ് വലുതാക്കി കാണിക്കാനായിട്ട് പറ്റിയേക്കാം വളരെ പവർഫുൾ ആയിട്ടുള്ള മൈക്രോസ്കോപ്പിന്, ലൈറ്റ് മൈക്രോസ്കോപ്പ്. ലൈറ്റ് മൈക്രോസ്കോപ്പ് രണ്ട് തരമുണ്ട്. ഒന്ന് സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് വെച്ചാൽ അതിനകത്ത് ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് അതിനെ സിമ്പിൾ മൈക്രോസ്കോപ്പ് എന്ന് പറയുന്നത്. എന്നാൽ ഇതൊരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പാണ്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഇതിൽ മോർ ദാൻ വൺ ലെൻസുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഒന്നിൽ കൂടുതൽ ലെൻസുകൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നുണ്ട്. ഞാനിതിനകത്ത് ഉപയോഗിക്കുന്ന ലെൻസുകളെ നിങ്ങളെ കാണിക്കാം. ഇതൊരു ലെൻസാണ്, കണ്ടോ? ഇതൊരു ലെൻസാണ്. പിന്നെ ഇത് വേറൊരു ലെൻസാണ്. ഇതിൻ്റെ അകത്ത് ഇനി ലെൻസ് ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെ നമുക്ക് രണ്ട് ലെൻസ് കാണാനായിട്ട് സാധിക്കും. പിന്നെ കണ്ടോ നിങ്ങളത്? ഇതെല്ലാം ലെൻസുകളാണ്, പവർ വ്യത്യാസമുള്ള ലെൻസുകളാണ്. ഒരെണ്ണം 45 ആണ് അതിൻ്റെ മാഗ്നിഫിക്കേഷൻ പവർ, ഒരെണ്ണം 10 ആണ്. 10, 45 അങ്ങനെ രണ്ട് തരം മാഗ്നിഫിക്കേഷനുള്ള ലെൻസുകളുണ്ട്. മോർ ദാൻ വൺ ലെൻസ് എന്ന് നമുക്ക് മനസ്സിലായി. ഇവിടെ തന്നെ 2ഓളം ലെൻസുകൾ ഇപ്പോൾ നമുക്ക് ഇതിനകത്ത് തന്നെ കാണാൻ പറ്റും, അല്ലേ? 2ഓളം ലെൻസുകൾ ഉണ്ട്. ഇതിനകത്തുണ്ട് ഒരു ലെൻസ്, കണ്ടോ? പിന്നെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ ഒരു ലെൻസ് ഉണ്ട്, കണ്ടോ? ഇതൊരു ലെൻസ്. അപ്പോൾ ഒരു മൈക്രോസ്കോപ്പിൽ, ഒരു കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിൽ മോർ ദാൻ വൺ ലെൻസ് ഉണ്ടെന്ന് നിങ്ങളിപ്പോൾ മനസ്സിലായി കാണും. അതേസമയം സിമ്പിൾ മൈക്രോസ്കോപ്പിൽ ഒരു ലെൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ഒരു വസ്തുവിനെ വളരെ ചെറിയ രീതിയിൽ ഒരു മാഗ്നിഫിക്കേഷൻ വളരെ കുറവായിരിക്കും. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, സിമ്പിൾ മൈക്രോസ്കോപ്പ്, കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ്, ഇത് മൂന്നും തമ്മിലുള്ള ചെറിയൊരു വ്യത്യാസമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് ഇലക്ട്രിസിറ്റിയിലാണ് വർക്ക് ചെയ്യുക. ലൈറ്റ് മൈക്രോസ്കോപ്പുകൾ ലൈറ്റ് ഉപയോഗിച്ചാണ് വർക്ക് ചെയ്യുക, അല്ലേ? അതുപോലെ തന്നെ ലൈറ്റ് മൈക്രോസ്കോപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ്, കാരണം ലൈറ്റ് ഉപയോഗിച്ചാകുമ്പോൾ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാനുള്ളൊരു ഭാഗം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കുന്ന ഭാഗം കണ്ടു. അപ്പോൾ നമുക്ക് ഇവിടെ തൊട്ട് ഇതിൻ്റെ പാർട്സ് ഒന്ന് പറഞ്ഞു തുടങ്ങാം. ഇത് ലൈറ്റിനെ, സൺലൈറ്റ് ആണെങ്കിലും ശരി അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ലൈറ്റ് ആണെങ്കിലും ശരി, അതിനെ റിഫ്ലക്റ്റ് ചെയ്യിക്കാനുള്ള മിററാണ് ഇതിൻ്റെ ഏറ്റവും താഴെ കാണുന്നത്, കണ്ടോ? ഈ മിററിന് 2 പ്ലെയിൻ ഉണ്ട്, കണ്ടോ? ഈ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ ഇത് കോൺകേവ് ആണ്. ഈ പ്ലെയിൻ കോൺകേവ് പ്ലെയിനാണ്. ഓക്കെ, ദെൻ അപ്പുറത്തെ വശം ഇത് പ്ലെയിൻ മിററാണ്. നമ്മുടെ മുഖം നോക്കുന്ന കണ്ണാടി പോലത്തെ പ്ലെയിൻ മിററാണ് ഇത്. അപ്പോൾ ഇത് പ്ലെയിൻ മിററാണ്, ഇത് കോൺകേവ് മിററാണ്. എന്തിനാണ് ഈ പ്ലെയിൻ മിറർ? പ്ലെയിൻ മിറർ നമ്മൾ ഉപയോഗിക്കുന്നത്, നമ്മൾ സൺലൈറ്റിലാണ് ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ ഈ പ്ലെയിൻ മിറർ ഉപയോഗിച്ചാണ്
പ്രകാശത്തെ ഇതിനകത്തേക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കേണ്ടത്. ലൈറ്റിനെ ഇതിനകത്തേട്ട് ഈ ഭാഗത്തേക്ക് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കണം. അതിങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുക. ഇതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഇത് നമുക്കിങ്ങനെ ക്രമീകരിച്ച് വെച്ച് ലൈറ്റിനെ ഇവിടെ നിന്ന് ലൈറ്റിനെ ക്യാച്ച് ചെയ്തിട്ട് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്ത് ഇങ്ങനെ വെക്കാൻ പറ്റും. കണ്ടോ, ഇങ്ങനെ തിരിച്ചു വെച്ച് കണ്ടോ ഇതിനകത്തേട്ട് നമുക്ക് റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ പറ്റും. അപ്പോൾ സൺലൈറ്റിലാണ് നമ്മൾ ഇത് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ, സൂര്യപ്രകാശത്തിലാണ് വർക്ക് ചെയ്യിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ പ്ലെയിൻ മിറർ ഉപയോഗിച്ചാണ് ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത്. അതേസമയം ഇപ്പോൾ ഞാൻ ഇരിക്കുന്ന പോലെ ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നതെങ്കിൽ കോൺകേവ് മിറർ ഉപയോഗിക്കണം. ഇതിൻ്റെ സൈഡിലെ കോൺകേവ് മിററാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് തിരിച്ചു വയ്ക്കേണ്ടത്. കണ്ടോ, അപ്പോൾ മിററാണ് ഇതിൻ്റെ ഫസ്റ്റ് പോർഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ സെക്കൻഡ് പോർഷൻ എന്ന് പറയുന്നത് ഈ ഭാഗമാണ്. ഇതിൻ്റെ പേര് കണ്ടൻസർ എന്നാണ്. കണ്ടൻസർ നിങ്ങൾക്ക് കാണാം, മിറർ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടൻസർ എന്നാണ് ഈ ഭാഗത്തിനെ വിളിക്കുന്ന പേര്. ഈ കണ്ടൻസറിനകത്ത് ഞാൻ ആദ്യം കാണിച്ചതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു ലെൻസും കാണാം. കണ്ടോ, ഒരു ലെൻസ് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഇതൊരു ലെൻസാണ്. അതുപോലെ തന്നെ കണ്ടൻസറിലുള്ള ഒരു ഡയഫ്രം ഉണ്ട്. ഇത് ഡയഫ്രം നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ, ഈ ഡയഫ്രം നിങ്ങൾ നോക്കുക. ഇതാണ് ഡയഫ്രം. കണ്ടോ, ഈ ഡയഫ്രം അങ്ങനെ അറേഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഡയഫ്രം നമുക്ക് വലുതാക്കാനും ഞാൻ ചുരുക്കണമുണ്ടോ ഡയഫ്രം. ഇപ്പോൾ ഡയഫ്രം ചെറുതായി പോയി. ഉണ്ടോ, ഇനി ആ ഡയഫ്രം വലുതാക്കണമുണ്ടോ. കണ്ടോ, നമ്മുടെ കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ ഇങ്ങനെ ചുരുങ്ങുകയും വികസിക്കുകയും. ഇപ്പോൾ അത് അടഞ്ഞു. കണ്ടോ, എന്ന് വെച്ചാൽ ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ക്രമീകരിക്കാനുള്ളതാണ്. ഈ മൈക്രോസ്കോപ്പിൻ്റെ അകത്തേക്ക് വരുന്ന പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാൻ, അത് അടയ്ക്കവും തുറക്കവും. കൂടുതൽ പ്രകാശം വേണമെങ്കിൽ കൂടുതൽ തുറക്കണം, കുറച്ച് പ്രകാശം മതി കുറച്ച് തുറന്നാൽ മതി. അപ്പോൾ അതിനുള്ളതാണ് ഈ കണ്ടൻസറിനകത്തുള്ള ഈ ഡയഫ്രം. കണ്ടൻസറിന് 2 പാർട്ടുണ്ട്. ഒന്ന് ഡയഫ്രം, മറ്റൊന്ന് ഈ ലെൻസും. ഈ ലെൻസ് പ്രകാശത്തെ ഇങ്ങോട്ടേക്ക്, ഈ ലെൻസ് പ്രകാശത്തെ നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയൽ, നമ്മൾ കാണാനുള്ള മെറ്റീരിയൽ വെച്ച് കൊടുക്കുന്നത് ഇവിടെയായിരിക്കും. ഇത് ഇവിടെയാണ് വെച്ച് കൊടുക്കുന്നത്. കാണാനുള്ള മെറ്റീരിയൽ നമ്മളിവിടെ വെച്ച് കൊടുക്കും. കണ്ടു, ഈ സ്ലൈഡിനകത്ത് ഇങ്ങനെ വെച്ച് കൊടുക്കും. അപ്പോൾ ആ മെറ്റീരിയലിലേക്ക് പ്രകാശത്തെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നത് ആരാണ്? ഈ കണ്ടൻസറിലുള്ള ഈ ലെൻസാണ്. അപ്പോൾ കണ്ടൻസറിന് ഡയഫ്രം ഉണ്ട്, ലെൻസ് ഉണ്ട്. ഇനി ഈ കാണുന്നതാണ് സ്റ്റേജ് ആൻഡ് ക്ലിപ്പ്. നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത് സ്റ്റേജ് എന്ന് വെച്ചാൽ ഒരു പെർഫോം ചെയ്യുന്ന ആൾക്കാർ പെർഫോമൻസിന് വേണ്ടി കയറി നിൽക്കുന്ന സ്ഥലമാണല്ലോ സ്റ്റേജ്. അതുപോലെ ഇവിടെ നമ്മൾ സ്ലൈഡ്, നമ്മൾ വലുതാക്കി കാണേണ്ട വസ്തു എന്താണോ അതിനെ വെച്ചു കൊടുക്കുന്ന സ്ഥലമാണ് ഇവിടെ സ്റ്റേജ് എന്ന് പറയും. ഈ സ്റ്റേജിൽ ആ വസ്തുവിനെ ശരിക്കും അത് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി, ഇപ്പം നമ്മളിവിടെ ഈ കാണേണ്ട ഒബ്ജക്റ്റിനെ കറക്റ്റായിട്ടിവിടെ വെച്ചു, അത് കറക്റ്റ് പൊസിഷനിലായി കഴിഞ്ഞാൽ അത് മാറിപ്പോകാൻ സാധ്യതയുണ്ട്. ഒന്ന് ഈ മൈക്രോസ്കോപ്പ് ഒന്ന് അനങ്ങുകയൊക്കെ ചെയ്യുമ്പോൾ അത് പതുക്കെ ഒന്ന് തെന്നി മാറാൻ സാധ്യതയുണ്ട്. അങ്ങനെ മാറിപ്പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിൽ നമ്മളിങ്ങനെ ക്ലിപ്പിട്ട് അതിനെങ്ങനെ ഫിക്സ് ചെയ്ത് നിൽക്കും. അപ്പോൾ ഇത് ഞാൻ അനങ്ങൂല, ആ ഉറച്ച് തന്നെ നിൽക്കും. എങ്ങനെയാണോ നമ്മൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ കണ്ട കാര്യങ്ങൾ സ്റ്റേജാണ്. സ്റ്റേജിന് താഴേക്ക് നമ്മൾ കണ്ടത് എന്തൊക്കെയാണ്? ഒരു കണ്ടൻസറും ഉണ്ട്, ഒരു മിററും ഉണ്ട്. മിററിന് 2 പോർഷൻ നമ്മൾ കണ്ടു അല്ലേ? മിററിന് 2 പ്ലെയിൻ ഉണ്ട്, കോൺകേവും ഉണ്ട്, പ്ലെയിൻ മിററും ഉണ്ട്. അത് എന്തിനൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ പറഞ്ഞു. പിന്നെ കണ്ടൻസറിന് 2 പാർട്ട് ഉണ്ട്. ഒന്നൊരു ഡയഫ്രം, അതുപോലെ തന്നെ ഇവിടെ ഒരു ലെൻസ്. ഡയഫ്രം ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ക്രമീകരിക്കുന്നതാണ്. ലെൻസ് എന്തിനാ? ഈ ലൈറ്റിനെ ഒബ്ജക്റ്റിലേക്ക്, ഒബ്സർവ് ചെയ്യേണ്ട വസ്തുവിലേക്ക്, നമ്മൾക്ക് കാണേണ്ട മെറ്റീരിയലിലേക്ക് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് ഇവിടെ ഈ ലെൻസ് ഉള്ളത്. ഈ മിറർ ലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യാനുള്ളതാണ് അല്ലേ? ഒബ്ജക്റ്റിലേക്ക് ഇങ്ങോട്ടേക്ക് റിഫ്ലക്റ്റ് ചെയ്യാനുള്ളത്. ഇതതിൻ്റെ ഇൻറ്റൻസിറ്റി ക്രമീകരിക്കുന്നത്, ഇതതിനെ ഫോക്കസ് ചെയ്യുന്നത്. ഇനി സ്റ്റേജ് എന്തിനുള്ളതാണ്? സ്റ്റേജിലാണ് ഒബ്സർവ് ചെയ്യുന്ന മെറ്റീരിയൽ നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ക്ലിപ്പ് എന്തിനാ? ആ മെറ്റീരിയൽ അവിടെ ഫിക്സ് ചെയ്ത് വെക്കാൻ വേണ്ടിയാണ് അല്ലേ? ദെൻ ഇനിയാണ് നമ്മൾ അടുത്ത ഭാഗത്തോട്ട് വരുന്നത്. ഇനി ഈ വസ്തുവിനെ കാണാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ലെൻസുകളാണ് ഇത് 2. ഈ ലെൻസിനെ അതുകൊണ്ട് തന്നെ നമ്മൾ വിളിക്കുന്ന പേര് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ഒബ്ജക്റ്റിൻ്റെ അടുത്തുള്ള ലെൻസ്. അതുകൊണ്ടാണ് ഇതിനെ ഒബ്ജക്റ്റീവ് ലെൻസ് എന്ന് പറയുന്നത്. 2 പവറിലുള്ള ഹൈ പവറും ഉണ്ട്, ലോ പവറും ഉണ്ട്. ഇതിനകത്ത് 2 ലെൻസുകളുണ്ട്. നമുക്ക് ആവശ്യമുള്ള ലെൻസ് ഒത്തിരി വലുതാക്കി കാണണമെങ്കിൽ ഹൈ പവറുള്ള ലെൻസ് അങ്ങോട്ടേക്ക് അറേഞ്ച് ചെയ്യാം. അല്ല ലോ പവറിലാണ് കണ്ടത്, ചെറുതാക്കിയാണ് കണ്ടതെങ്കിൽ നമുക്ക് ലോ പവറിലുള്ള ലെൻസ് നമുക്കത് ഇങ്ങനെ വെച്ച് കൊടുക്കാനായിട്ട് പറ്റും.
ഓക്കെ, അപ്പോൾ ഈ ലെൻസിനെ വിളിക്കുന്ന പേര് ഒബ്ജക്റ്റീവ് ലെൻസ് എന്നാണ്. ഇത് ലെൻസ് അല്ലെങ്കിൽ ലെൻസുകൾ, അതിനകത്ത് ഒരു കൂട്ടം ലെൻസുകളുണ്ട്, ഒബ്ജക്റ്റീവ് ലെൻസ്. ഓക്കെ, പിന്നെ ആ ലെൻസിനെ ക്രമീകരിക്കാനായിട്ട് ലെൻസിൻ്റെ പൊസിഷൻ നമുക്ക് ഇങ്ങനെ മുകളിലേക്കും താഴേക്കും ഇങ്ങനെ കാണിക്കാനായിട്ട് പറ്റും. ലെൻസിനെ നമുക്കിങ്ങനെ മുകളിലേക്കും താഴേക്കും മാറ്റാൻ വേണ്ടി കണ്ടോ ഇതിനൊരു നോബുണ്ട്. സെല്ലൊക്കെ കാണാൻ പാകത്തിന് ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ളതാണ് ഈ നോബുകൾ. പിന്നെ അതുകൂടാതെ ഉള്ളതാണ് ഈ ഫൈൻ ട്യൂണിങ്. കണ്ടോ ചെറിയ വ്യത്യാസങ്ങൾ വരുന്നത്. അപ്പോൾ 2 നോബുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ അറേഞ്ച് ചെയ്യാനുള്ളതാണ് ഈ നോബുകൾ. ഇവിടെ ആണ് നമ്മൾ നമ്മുടെ കണ്ണ് കൊണ്ട് നോക്കുന്ന ഭാഗം ഇതാണ്. അപ്പോൾ ഇവിടെയുള്ള ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേര് ഐ പീസ് എന്നാണ്. കാരണം അത് നോക്കുന്ന ഭാഗമായിരുന്നു, ഐ പീസ്. അപ്പോൾ 2 ലെൻസുകൾ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഒന്ന് ഐ പീസ്, മറ്റ് ഇത് ഒബ്ജക്റ്റ്. ഇത് നോബുകൾ, 2 ടൈപ്പ് നോബുണ്ട് അല്ലേ. പിന്നെ സ്റ്റേജ്, ക്ലിപ്പ്, ദെൻ ഇവിടെ കണ്ടൻസറിൻ്റെ ലെൻസ്, ഇവിടെ കണ്ടൻസറിൻ്റെ ഡയഫ്രം, ഇവിടെ മിറർ, 2 മിററുകൾ ചേർന്ന മിറർ. ഇത്രയുമാണ് ഒരു മൈക്രോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. ഓക്കെ, ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്തൊക്കെയാണ്? മൈക്രോസ്കോപ്പിൻ്റെ ഫങ്ഷൻ എന്താണ്? മൈക്രോസ്കോപ്പ് എന്തിനുപയോഗിക്കുന്നു? ടു മാഗ്നിഫൈ ഓബ്ജക്റ്റ്, വസ്തുക്കളെ വലുതാക്കി കാണുന്നതിന് വേണ്ടി അല്ലേ. ദെൻ ഒരു മൈക്രോസ്കോപ്പിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നമ്മൾ കണ്ടു. ഐ പീസ് ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്, നോബുണ്ട്, സ്റ്റേജ് ഉണ്ട്, ക്ലിപ്പുണ്ട്, കണ്ടൻസർ ഉണ്ട്, മിററുണ്ട്. ഇത്രയും നമ്മൾ കണ്ടത്. ഇനി മിററിന് 2 ടൈപ്പ് മിറർ നമ്മൾ കണ്ടു ഇല്ല. മിററിന് 2 പ്ലെയിൻ ഉണ്ട്, കോൺകേവ്. അതെന്തിനു വേണ്ടിയാണ്? ടു റിഫ്ലക്റ്റ് ആർട്ടിഫിഷ്യൽ ലൈറ്റ് അല്ലേ, കൃത്രിമ പ്രകാശത്തെ പ്രതിഫലിപ്പിക്കാൻ ഒബ്ജക്റ്റിലേക്ക്. പിന്നെ അതുപോലെ പ്ലെയിൻ മിറർ ഉണ്ട്. ആ പ്ലെയിൻ മിറർ എന്തിനുള്ളതാണ്? ടു റിഫ്ലക്റ്റ് സൺലൈറ്റ്. സൺലൈറ്റിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നതെങ്കിൽ സൺലൈറ്റിനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയുള്ളത്. പിന്നെ കണ്ടത് കണ്ടൻസറാണ്. കണ്ടൻസറിന് 2 പാർട്ടുണ്ട്. ഒന്ന് ഡയഫ്രം, അത് ലൈറ്റിൻ്റെ ഇൻറ്റൻസിറ്റി, പ്രകാശത്തിൻ്റെ തീവ്രത ക്രമീകരിക്കാൻ നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞ് ആ വരുന്ന പ്രകാശത്തെ ഒബ്ജക്റ്റിലേക്ക് ഫോക്കസ് ചെയ്യുന്ന, ആ ലൈറ്റിനെ ഫോക്കസ് ചെയ്യാനുള്ള ഒരു ലെൻസ് കണ്ടു കണ്ടൻസറിനകത്ത് അല്ലേ. അത് കഴിഞ്ഞ് ഒബ്ജക്റ്റ് വെച്ചു കൊടുക്കുന്ന ഒരു ഭാഗം കണ്ടു, അതിനെ നമ്മൾ സ്റ്റേജ് എന്ന് പറയും. ആ ഒബ്ജക്റ്റ് വച്ചിരിക്കുന്ന സ്ലൈഡ് മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടി, അതിനെ ഫിക്സ് ചെയ്ത് നിലനിർത്താൻ വേണ്ടി ക്ലിപ്പ് കണ്ടു. ഇനി അതിനകത്ത് ഒബ്ജക്റ്റീവിൻ്റെ ലെൻസ് കണ്ടു അല്ലേ. ഒബ്ജക്റ്റിൻ്റെ നേരെ വരുന്ന ലെൻസ് കണ്ടു, ഒബ്ജക്റ്റീവ് ലെൻസ് അല്ലേ. അത് ആ ഒബ്ജക്റ്റീവ് ലെൻസിൻ്റെ പൊസിഷൻ നമുക്ക് വ്യത്യാസപ്പെടുത്താൻ വേണ്ടി നോബുകൾ കണ്ടു. 2 തരം നോബ് അല്ലേ. ഫൈൻ ട്യൂണിങ്ങിനുള്ള നോബുണ്ട്, റെഗുലർ അറേഞ്ച്മെൻറ്റിനുള്ള നോബുണ്ട്. അങ്ങനെ 2 നോബുകൾ നമ്മൾ കണ്ടു. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഐ പീസ് ഉണ്ട്, നമ്മുടെ കണ്ണ് വെച്ച് കൊടുക്കുന്ന, നമ്മൾ നോക്കുന്ന ഭാഗത്തുള്ള ലെൻസ് ഐ പീസ്. അവിടെ തന്നെ പലതരം ലെൻസുകളുണ്ടെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇങ്ങനെ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനകത്ത് മോർ ദാൻ 1 ലെൻസുകളുണ്ട്. ലെൻസ് കാണപ്പെടുന്ന സ്ഥലങ്ങൾ നമ്മൾ കണ്ടു. ഐ പീസിൽ ലെൻസുണ്ട്, ഒബ്ജക്റ്റീവിൽ ലെൻസുണ്ട്, കണ്ടൻസറിൽ ലെൻസുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളുമായിട്ട് നമുക്ക് ഈ മൈക്രോസ്കോപ്പിനെ നിങ്ങൾക്ക് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഇത് നേരിട്ട് കാണാനും ഇത് ഉപയോഗിക്കുവാനുമുള്ള പരിശീലനങ്ങൾ ലഭിക്കും.